അങ്ങനെ ഇന്നായിരുന്നു എൻ്റെ ഒമാനിലേക്കുള്ള ഒരു യാത്ര. യുഎയിലത്തെ എൻ്റെ 60 ദിവസങ്ങൾ കഴിഞ്ഞു പോയത് അറിയാനേ പറ്റിയില്ല. മഴയായും മിസൈലായും ആ ദിവസങ്ങളൊക്കെ കടന്നുപോയി. അങ്ങനെ അബുദാബിയിലെ മദീന സെയ്ദിലായിരുന്നു ബസ്. അവിടെ നിന്നും കൃത്യം 4:30 തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു. കൂടെ കുറേ മലയാളികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നേരെ 10 മണിയായപ്പോഴേക്കും യുഎയിൻ്റെ ബോർഡർ കടന്നു. അങ്ങനെ നേരെ ഒമാൻ ബോർഡർ എത്തിയപ്പോഴേക്കും മുമ്പിലും പുറകിലുമായി കുറേ ബസ്സുകൾ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ സമയമെടുത്തു. അവിടെ നിന്നും നേരെ അക്കോമഡേഷനിലേക്ക് ഏതാണ്ട് 3 മണിക്കൂർ എടുത്തു. കാണാൻ കഴിഞ്ഞത് മലനിരകൾ മാത്രമായിരുന്നു. 3 മണിക്കൂറും ഇതുപോലുള്ള സ്ഥലങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഞാൻ ഒമാനിലേക്ക് പോകുമ്പോൾ കുറെ എക്സ്പ്ലോർ ചെയ്യാനും കൂടിയാണ് പോയത്. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പറ്റിയത്. ഒമാൻ നല്ല സ്ഥലമാണെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്ലാതെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഞങ്ങളുടെ അക്കോമഡേഷന്റെ ഭാഗം ഏതാണ്ട് ഇതുപോലെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും 4 മണി. പിന്നെ ഫുഡ് കഴിച്ച് ബെഡ് സ്പേസിലേക്ക് പോയി. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എനിക്ക് വിസ റെഡിയായെന്നും പറഞ്ഞിട്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ആർക്കും വിസ റെഡിയായിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യമാണോ അതോ എൻ്റെ ട്രാവൽസിൻ്റെ ഗുണമാണോ എന്നറിയാം. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അവിടുത്തെ ഓഫീസിൽ തിരക്കിയപ്പോഴേക്കുമാണ് നാളെ ഇനി 4 മണിക്കേ ബസ്സുള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ 4 മണിയായപ്പോഴേക്കും ബസ് വീണ്ടും അബുദാബിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഒമാൻ യാത്ര.